അടുത്ത 15 ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം സംഭവിക്കാൻ പോകുന്നു. ഇത് വെറുതെയുള്ള വാക്കുകളല്ല. 150 വർഷങ്ങൾക്ക് ശേഷം വരുന്ന ഒരു അപൂർവ ഗ്രഹസംയോഗമാണ് ഇപ്പോൾ മീനരാശിക്കാർക്ക് വേണ്ടി തയ്യാറായി നിൽക്കുന്നത്. നിങ്ങൾ കാത്തിരുന്ന സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ പോകുന്ന കാലഘട്ടമാണിത്. പക്ഷേ ശ്രദ്ധിക്കണം, ഈ അവസരം പാഴാക്കരുത്. കാരണം ഇത്രയും ശക്തമായ ഒരു ഘട്ടം നിങ്ങളുടെ ജീവിതത്തിൽ വീണ്ടും ഉണ്ടാകണമെന്നില്ല. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്കായി വളരെ പ്രത്യേകമായ സന്ദേശങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. മീനരാശിക്കാരെ ശ്രദ്ധിക്കൂ, ഇത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. അടുത്ത 30 ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മാറ്റങ്ങൾ ആരംഭിക്കും. ഗുരു ഭഗവാന് ഒരു പ്രത്യേക സഞ്ചാരം നടക്കുന്നു. ശനി ദേവൻ ശക്തിയുള്ള സ്ഥാനത്ത് നിൽക്കുന്നു. രാഹു കേതുക്കൾ നിങ്ങൾക്ക് അനുകൂലമായി മാറി. ഇതെല്ലാം ചേർന്നു വരുമ്പോൾ എന്താണ് സംഭവിക്കുക എന്ന് അറിയാമോ? നിങ്ങളുടെ ഭാഗ്യം തുറക്കും. കാത്തിരുന്ന വാതിലുകൾ തുറക്കും. അസാധ്യമെന്ന് കരുതിയ കാര്യങ്ങൾ സാധ്യമാകും. എന്നാൽ ഈ ശക്തി നിങ്ങളുടെ കയ്യിലേക്ക് വരുന്നതിന് മുമ്പ് ചില പരീക്ഷണങ്ങളും ഉണ്ടാകും. ചില വെല്ലുവിളികളും നിങ്ങൾ നേരിടേണ്ടി വരും. പക്ഷേ ഇത് നിങ്ങളെ തകർക്കാനല്ല വരുന്നത്, നിങ്ങളെ ശക്തരാക്കാനാണ്, നിങ്ങളെ തയ്യാറാക്കാനാണ്. വലിയ ഭാഗ്യത്തിനു മുമ്പ് ചെറിയ പരീക്ഷണങ്ങൾ എപ്പോഴും വരും. അത് പ്രപഞ്ചത്തിന്റെ നിയമമാണ്, ജ്യോതിഷത്തിന്റെ രഹസ്യമാണ്. ഗ്രഹങ്ങൾ നിങ്ങൾക്കായി എന്തൊക്കെ തയ്യാറാക്കി വച്ചിരിക്കുന്നു എന്ന് ഇപ്പോൾ കാണാം. ഗുരു ഭഗവാൻ ഇപ്പോൾ നിങ്ങളുടെ ഭാഗ്യഭാവത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ വളരെ വലിയ അനുഗ്രഹം നൽകും. ധനം വർദ്ധിക്കും, അവസരങ്ങൾ വന്നു ചേരും, ജ്ഞാനം വികസിക്കും, ആത്മീയത വളരും, ആളുകൾ നിങ്ങളെ മാനിക്കും, ബഹുമാനിക്കും. എന്നാൽ ശനി ദേവൻ നിങ്ങളോട് പറയുന്നു കഠിനാധ്വാനം ചെയ്യണമെന്ന്, സമയം പാഴാക്കരുതെന്ന്, അലസത വെടിയരുതെന്ന്, അച്ചടക്കം പാലിക്കണമെന്ന്, ഉത്തരവാദിത്തം ഏറ്റെടുക്കണമെന്ന്. രാഹു കേതുക്കൾ നിങ്ങൾക്ക് വിചിത്രമായ അനുഭവങ്ങൾ നൽകും. അപ്രതീക്ഷിതമായ സന്ദേശങ്ങൾ വരും. പെട്ടെന്നുള്ള മാറ്റങ്ങൾ സംഭവിക്കും. പഴയ ബന്ധങ്ങൾ പുതുക്കപ്പെടും. പുതിയ ബന്ധങ്ങൾ രൂപപ്പെടും. ചിലപ്പോൾ ആശയക്കുഴപ്പം തോന്നിയേക്കാം, എന്നാൽ അതാണ് നിങ്ങളെ പുതിയ ദിശയിലേക്ക് നയിക്കുന്നത്. ഗ്രഹദശാകാലങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് അനുകൂലമായി നിൽക്കുന്നു. ഈ സമയം ഉപയോഗപ്പെടുത്തിയാൽ എന്തും സാധിക്കും. ഇപ്പോൾ നിങ്ങളുടെ തൊഴിലിനെക്കുറിച്ച് സംസാരിക്കാം. അടുത്ത 15 ദിവസങ്ങൾ വളരെ പ്രധാനമാണ്. ജോലിയിൽ പുതിയ അവസരങ്ങൾ വരും. സ്ഥാനക്കയറ്റം ലഭിച്ചേക്കാം. ശമ്പളം വർദ്ധിക്കും. പ്രമോഷൻ കിട്ടും. നിങ്ങൾ കാത്തിരുന്ന പ്രോജക്റ്റ് അംഗീകരിക്കപ്പെടും. പുതിയ കോൺട്രാക്ട് ലഭിക്കും. ബോസ് നിങ്ങളുടെ കഴിവുകൾ അംഗീകരിക്കും. സഹപ്രവർത്തകർ സഹായിക്കും. നിങ്ങളുടെ പേര് പ്രശസ്തമാകും. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം, എതിരാളികൾ ഉണ്ടാകും. അസൂയ ഉണ്ടാകും. നിന്ദകൾ കേൾക്കേണ്ടി വരും. തെറ്റായ പ്രചരണങ്ങൾ നടക്കും. എന്നാൽ നിങ്ങൾ ശക്തരായി നിൽക്കണം. സത്യത്തെ മുറുകെ പിടിക്കണം. ധൈര്യത്തോടെ മുന്നോട്ടു പോകണം. നിങ്ങളുടെ കർമ്മശക്തി നിങ്ങളെ സംരക്ഷിക്കും. ഗുരു ഭഗവാൻ നിങ്ങളോടൊപ്പമുണ്ട്. അവന്റെ അനുഗ്രഹം നിങ്ങളുടെ കൂടെയുണ്ട്. വ്യാപാരത്തെക്കുറിച്ച് സംസാരിക്കാം. ബിസിനസ് ചെയ്യുന്നവർക്ക് അടുത്ത 30 ദിവസങ്ങൾ വളരെ ഉത്തമമാണ്. പുതിയ ഡീലുകൾ വരും. പുതിയ ക്ലയന്റുകൾ ലഭിക്കും. പഴയ കടങ്ങൾ തിരിച്ചുകിട്ടും. തടഞ്ഞുവെച്ച പണം വരും. ബാങ്ക് ലോൺ അംഗീകരിക്കപ്പെടും. പാർട്ട്ണർഷിപ്പ് വിജയിക്കും. പുതിയ ബ്രാഞ്ച് തുറക്കാൻ സാധിക്കും. വിദേശത്തു നിന്നുള്ള ഓർഡറുകൾ വരും. ഓൺലൈൻ ബിസിനസ് വളരും. നിങ്ങളുടെ കഴിവുകൾ പണമാക്കാനുള്ള സമയമാണിത്. സാമ്പത്തികമായി വളരെ ശക്തമായ ഒരു ഘട്ടമാണ് അടുത്ത ദിവസങ്ങളിൽ വരുന്നത്. അപ്രതീക്ഷിതമായ പണം വന്നു ചേരും. സമ്മാനം കിട്ടും. ബോണസ് ലഭിക്കും. നിക്ഷേപങ്ങൾ വളരും. ഷെയർ മാർക്കറ്റിൽ നേട്ടമുണ്ടാകും. വസ്തു വാങ്ങാൻ സാധിക്കും. വീട് വാങ്ങാനുള്ള യോഗമുണ്ട്. വാഹനം വാങ്ങാൻ പറ്റും. സ്വർണം വാങ്ങാൻ യോഗമുണ്ട്. നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിക്കും. എന്നാൽ അമിത ചെലവ് നിയന്ത്രിക്കണം. അനാവശ്യ വാങ്ങലുകൾ ഒഴിവാക്കണം. പണം സമ്പാദിക്കുന്നത് പോലെ തന്നെ സൂക്ഷിക്കുകയും വേണം. അല്ലെങ്കിൽ കയ്യിൽ നിന്ന് പോകും. ആരോട് വായ്പ നൽകുന്നു എന്ന് ശ്രദ്ധിക്കണം. തിരിച്ചു കിട്ടാതെ പോകും. ജാമ്യം നിൽക്കരുത്. ബുദ്ധിമുട്ടുകൾ വരും. ഇൻഷുറൻസ് എടുക്കണം. സേവിംഗ് പ്ലാൻ തയ്യാറാക്കണം. ഭാവിയെക്കുറിച്ച് ആലോചിക്കണം. പ്രണയത്തെക്കുറിച്ച് സംസാരിക്കാം. സിംഗിൾ ആയവർക്ക് സ്നേഹം വന്നു ചേരും. അപ്രതീക്ഷിതമായി ആരെയെങ്കിലും കണ്ടുമുട്ടും. നേത്രസംബന്ധം സംഭവിക്കും. ഹൃദയം തുടിക്കും. വികാരങ്ങൾ ഉയരും. പക്ഷേ തിടുക്കം കൂട്ടരുത്. സമയം എടുക്കണം. മനസ്സിലാക്കണം. മറ്റേയാളെ അറിയണം. അപ്പോഴേ തീരുമാനിക്കണം. വികാരത്തിന്റെ കൊടുങ്കാറ്റിൽ ഒഴുകരുത്. ബുദ്ധിയോടെ പെരുമാറണം. ബന്ധത്തിലുള്ളവർക്ക് സന്തോഷകരമായ സമയമാണ്. പങ്കാളിയുമായുള്ള ബന്ധം ശക്തിപ്പെടും. പഴയ തർക്കങ്ങൾ അവസാനിക്കും. പുതിയ ധാരണകൾ ഉണ്ടാകും. ഒരുമിച്ചുള്ള യാത്ര സാധിക്കും. സമ്മാനങ്ങൾ കൈമാറും. പ്രണയം പുതുക്കപ്പെടും. മനസ്സ് അടുക്കും. എന്നാൽ മൂന്നാം വ്യക്തികൾ വഴിയിൽ വരും. തെറ്റിദ്ധാരണകൾ സൃഷ്ടിക്കും. നിങ്ങൾ ശ്രദ്ധിക്കണം. സംശയം വരുത്തരുത്. വിശ്വാസം നിലനിർത്തണം. വിവാഹിതർക്ക് കുടുംബത്തിൽ സന്തോഷം വരും. പങ്കാളിയുടെ സഹകരണം ലഭിക്കും. ഒരുമിച്ചുള്ള പ്രവർത്തനങ്ങൾ വിജയിക്കും. കുട്ടികളുടെ നേട്ടങ്ങൾ ഉണ്ടാകും. മാതാപിതാക്കളുടെ ആരോഗ്യം മെച്ചപ്പെടും. കുടുംബയോഗങ്ങൾ നടക്കും. മംഗളകരമായ വാർത്തകൾ കേൾക്കും. വീട്ടിൽ സമാധാനം വരും. എന്നാൽ സാമ്പത്തിക തർക്കങ്ങൾ വന്നേക്കാം.
പണത്തെ ചൊല്ലി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. അത് വിവേകത്തോടെ കൈകാര്യം ചെയ്യണം. വിവാഹം ആഗ്രഹിക്കുന്നവർക്ക് അടുത്ത 30 ദിവസങ്ങളിൽ വലിയ അവസരം വരും. നല്ല വിവാഹാലോചന വരും. അനുയോജ്യമായ പങ്കാളി കണ്ടെത്താൻ സാധിക്കും. കുടുംബം സമ്മതിക്കും. എല്ലാം സുഗമമായി നടക്കും. എന്നാൽ തിടുക്കം കൂട്ടരുത്. നന്നായി ആലോചിച്ചു തീരുമാനിക്കണം. ജാതകം നോക്കണം. കുടുംബം അന്വേഷിക്കണം. പിന്നീട് മുന്നോട്ടു പോകണം. ആരോഗ്യത്തെക്കുറിച്ച് സംസാരിക്കാം. അടുത്ത ദിവസങ്ങളിൽ ശരീരം ശക്തമാകും. രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കും. പഴയ അസുഖങ്ങൾ മാറും. ചികിത്സ ഫലം കാണും. മരുന്നുകൾ ഫലപ്രദമാകും. ഡോക്ടർ പറയുന്നത് കേൾക്കണം. സമയത്ത് മരുന്ന് കഴിക്കണം. വ്യായാമം ചെയ്യണം. യോഗ പരിശീലിക്കണം. നല്ല ഭക്ഷണം കഴിക്കണം. ജങ്ക് ഫുഡ് ഒഴിവാക്കണം. വെള്ളം കുടിക്കണം. ഉറക്കം മുട്ടിക്കരുത്. എന്നാൽ മാനസിക സമ്മർദ്ദം വർദ്ധിക്കും. ഉത്കണ്ഠ അനുഭവപ്പെടും. ഉറക്കമില്ലായ്മ വരും. തലവേദന ഉണ്ടാകും. ഇത് എല്ലാം സമ്മർദ്ദം മൂലമാണ്. വിശ്രമിക്കണം. ധ്യാനം ചെയ്യണം. സംഗീതം കേൾക്കണം. പ്രകൃതിയിൽ സമയം ചെലവഴിക്കണം. നെഗറ്റീവ് ചിന്തകൾ ഒഴിവാക്കണം. പോസിറ്റീവ് ആയിരിക്കണം. എല്ലാം നന്നാകും. വിദ്യാർത്ഥികൾക്കായി സന്ദേശം. നിങ്ങളുടെ കഠിനാധ്വാനം ഫലം കാണും. പരീക്ഷയിൽ നല്ല മാർക്ക് കിട്ടും. മത്സര പരീക്ഷകളിൽ വിജയിക്കും. അഡ്മിഷൻ കിട്ടും. സ്കോളർഷിപ്പ് ലഭിക്കും. അധ്യാപകർ അഭിനന്ദിക്കും. മാതാപിതാക്കൾ സന്തോഷിക്കും. എന്നാൽ ശ്രദ്ധ ചിതറരുത്. മൊബൈൽ ഫോൺ കുറയ്ക്കണം. സോഷ്യൽ മീഡിയ ഒഴിവാക്കണം. പഠനത്തിൽ ശ്രദ്ധ കൊടുക്കണം. സമയം ക്രമീകരിക്കണം. പ്ലാനിംഗ് ചെയ്യണം. വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ല അവസരം വരും. വിസ അംഗീകരിക്കപ്പെടും. ജോലി ഓഫർ വരും. സ്കോളർഷിപ്പ് കിട്ടും. വിദേശത്തുള്ളവർ വിളിക്കും. പുതിയ രാജ്യത്ത് സാധ്യതകൾ വരും. എല്ലാം സുഗമമായി നടക്കും. എന്നാൽ കുടുംബത്തോട് ചർച്ച ചെയ്യണം. തിടുക്കത്തിൽ തീരുമാനിക്കരുത്. നന്നായി ആലോചിച്ചു മുന്നോട്ടു പോകണം. ആത്മീയതയെക്കുറിച്ച് സംസാരിക്കാം. അടുത്ത ദിവസങ്ങളിൽ നിങ്ങളുടെ ആത്മീയ ശക്തി വളരും. ദൈവത്തോട് അടുക്കാൻ സാധിക്കും. ക്ഷേത്ര ദർശനം നടത്താൻ പറ്റും. പൂജകളിൽ പങ്കെടുക്കാം. മന്ത്രങ്ങൾ ജപിക്കാം. പ്രാർത്ഥനകൾ കേൾക്കപ്പെടും. ആത്മവിശ്വാസം വരും. മനസ്സിന് സമാധാനം കിട്ടും. ജീവിതത്തിന് അർത്ഥം കാണും. നിങ്ങൾ ശക്തരാകും. ഇപ്പോൾ 3 വലിയ സംഭവങ്ങളെക്കുറിച്ച് സംസാരിക്കാം. ആദ്യ ഘട്ടം. അടുത്ത 10 ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രധാനപ്പെട്ട വ്യക്തി വരും. ഈ വ്യക്തി നിങ്ങളുടെ ഭാവി മാറ്റും. പുതിയ വഴികൾ കാണിച്ചു തരും. അവസരങ്ങൾ കൊണ്ടുവരും. നിങ്ങളുടെ കഴിവുകൾ കണ്ടെത്തും. വിശ്വസിക്കും. സഹായിക്കും. ഈ വ്യക്തി നിങ്ങളുടെ അധ്യാപകനാകാം. ഗുരുവായിരിക്കാം. ബോസ് ആകാം. സുഹൃത്ത് ആകാം. പങ്കാളി ആകാം. ആരാണെന്ന് കാത്തിരുന്നു കാണും. എന്നാൽ ഈ വ്യക്തിയെ കണ്ടുമുട്ടുമ്പോൾ നിങ്ങൾ തിരിച്ചറിയും. ഹൃദയം പറയും, ഇത് സത്യമാണ്. ഇത് നിങ്ങൾക്കുള്ള അവസരമാണ്. പാഴാക്കരുത്. സ്വീകരിക്കുക. രണ്ടാം ഘട്ടം. അടുത്ത 20 ദിവസങ്ങൾക്കുള്ളിൽ സാമ്പത്തികമായി വലിയ മാറ്റം വരും. പണം വരുന്നതിന്റെ പുതിയ വഴി തുറക്കും. നിങ്ങൾ ചിന്തിക്കാത്ത രീതിയിൽ വരുമാനം ഉണ്ടാകും. ഒരുപക്ഷേ പഴയ നിക്ഷേപം വരും. വിറ്റ വസ്തുവിന്റെ പണം കിട്ടും. കടം തിരിച്ചുവരും. പ്രതിഫലം ലഭിക്കും. ബോണസ് കിട്ടും. അല്ലെങ്കിൽ പുതിയ ബിസിനസ് ഐഡിയ വരും. പുതിയ ക്ലയന്റ് കിട്ടും. പുതിയ പ്രോജക്റ്റ് ലഭിക്കും. എങ്ങനെ വന്നാലും നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും. പണത്തിന്റെ ശക്തി വരും. എന്നാൽ ഇത് ഉപയോഗിക്കുമ്പോൾ വിവേകത്തോടെ ഉപയോഗിക്കണം. പാഴാക്കരുത്. സമ്പാദിക്കുക. സേവ് ചെയ്യുക. നിക്ഷേപിക്കുക. വളർത്തുക. മൂന്നാം ഘട്ടം. അടുത്ത 30 ദിവസങ്ങൾക്കുള്ളിൽ ബന്ധങ്ങളിൽ വലിയ സന്തോഷം വരും. കുടുംബത്തിൽ മംഗളകരമായ വാർത്ത കേൾക്കും. വിവാഹം നടക്കും. കുഞ്ഞ് പിറക്കും. പുതിയ വീട് വാങ്ങും. പുതിയ ബിസിനസ് തുടങ്ങും. നേട്ടമുണ്ടാകും. സന്തോഷം നിറയും. എല്ലാവരും ഒന്നിച്ചു കൂടും. ആഘോഷങ്ങൾ നടക്കും. പ്രണയം വിജയിക്കും. ദാമ്പത്യം ശക്തിപ്പെടും. കുട്ടികൾ നേട്ടമുണ്ടാക്കും. മാതാപിതാക്കൾ അനുഗ്രഹിക്കും. നിങ്ങളുടെ ജീവിതം പൂർണ്ണമാകും. സന്തോഷം വർദ്ധിക്കും. എല്ലാം സുഗമമായി നടക്കും. ഇതാണ് അടുത്ത 30 ദിവസങ്ങളിലെ 3 വലിയ സംഭവങ്ങൾ. 100% ഇത് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും. ജ്യോതിഷം പറയുന്നത് സത്യമാണ്. ഗ്രഹങ്ങൾ പറയുന്നത് സത്യമാണ്. നിങ്ങൾ വിശ്വസിക്കണം. പോസിറ്റീവ് ആയി ചിന്തിക്കണം. നന്മ ആകർഷിക്കണം. പ്രതിവിധികളെക്കുറിച്ച് സംസാരിക്കാം. എല്ലാ ദിവസവും രാവിലെ ഗുരു ഭഗവാനെ പ്രാർത്ഥിക്കണം. മഞ്ഞ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കണം. വ്യാഴാഴ്ച നോമ്പ് നോൽക്കണം. ദരിദ്രർക്ക് ദാനം നൽകണം. വിശപ്പുള്ളവർക്ക് ഭക്ഷണം നൽകണം. മഞ്ഞളും മാവും ദാനം ചെയ്യണം. പള്ളിയിൽ ദീപം തെളിയണം. ക്ഷേത്രങ്ങളിൽ പ്രദക്ഷിണം വയ്ക്കണം. ഗുരുസ്തോത്രം ചൊല്ലണം. ശനി ദേവനെ ശാന്തമാക്കാൻ ശനിക്കിഴമ അനുഷ്ഠാനങ്ങൾ ചെയ്യണം. കറുത്ത വസ്ത്രങ്ങൾ ധരിക്കണം. എള്ള് ദാനം ചെയ്യണം. ഇരുമ്പ് ദാനം ചെയ്യണം. ദരിദ്രർക്ക് സഹായിക്കണം. അനാഥരെ സഹായിക്കണം. അസഹായരെ സഹായിക്കണം. ശനി സ്തോത്രം ചൊല്ലണം. അഞ്ജനേയ സ്വാമിയെ ആരാധിക്കണം. രാഹുകേതുക്കളെ ശാന്തമാക്കാൻ സർപ്പക്കാവുകളിൽ പോകണം. സർപ്പപൂജ ചെയ്യണം. നാഗസ്തോത്രം ചൊല്ലണം. പാൽ ദാനം ചെയ്യണം. മിതവിയ ജീവിതം നയിക്കണം. അഹങ്കാരം ഒഴിവാക്കണം. വിനയം പാലിക്കണം. എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറണം. മീനരാശിക്കാരെ,
നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ പോകുന്ന സമയമാണിത്. നിങ്ങൾ കാത്തിരുന്ന കാലമാണിത്. നിങ്ങൾ പ്രാർത്ഥിച്ച നിമിഷമാണിത്. പ്രപഞ്ചം നിങ്ങളോടൊപ്പമുണ്ട്. ദൈവം നിങ്ങളോടൊപ്പമുണ്ട്. ഗ്രഹങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാണ്. ഭാഗ്യം നിങ്ങളുടെ വാതിലിൽ മുട്ടുന്നു. തുറന്നു സ്വീകരിക്കുക. ഭയപ്പെടരുത്. സംശയിക്കരുത്. വിശ്വസിക്കുക. പ്രതീക്ഷിക്കുക. പോസിറ്റീവായി ചിന്തിക്കുക. നിങ്ങൾ ശക്തരാണ്. കഴിവുള്ളവരാണ്. യോഗ്യരാണ്. അർഹതയുള്ളവരാണ്. നിങ്ങൾക്ക് എന്തും സാധിക്കും. എന്തും നേടാം. എവിടെയും എത്താം. നിങ്ങളുടെ ഉള്ളിലുള്ള ശക്തി പുറത്തു കൊണ്ടുവരിക. ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുക. നിങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കുക. ലോകത്തിന് കാണിക്കുക. നിങ്ങൾ വ്യത്യസ്തരാണ്. പ്രത്യേകമാണ്. കഷ്ടതകൾ വന്നാലും മനസ്തളരരുത്. പരാജയങ്ങൾ വന്നാലും ധൈര്യം നഷ്ടപ്പെടരുത്. വെല്ലുവിളികൾ നേരിടുമ്പോൾ പിന്മാറരുത്. ഓരോ പരാജയവും പാഠമാണ്. ഓരോ വെല്ലുവിളിയും അവസരമാണ്. ഓരോ പ്രതിസന്ധിയും വളർച്ചയാണ്. അത് മനസ്സിലാക്കുക. അംഗീകരിക്കുക. മുന്നോട്ടു പോകുക. നിങ്ങളുടെ യാത്ര തുടരുക. സ്വപ്നങ്ങൾക്ക് പിന്നാലെ പോകുക. ലക്ഷ്യങ്ങൾ കൈവരിക്കുക. വിജയം നേടുക. ഭാഗ്യം പിടിക്കുക. സന്തോഷം കണ്ടെത്തുക. സമാധാനം അനുഭവിക്കുക. സ്നേഹം പങ്കുവയ്ക്കുക. ജീവിതം ആഘോഷിക്കുക. എന്റെ അനുഗ്രഹങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട്. എന്റെ പ്രാർത്ഥനകൾ നിങ്ങൾക്ക് വേണ്ടിയാണ്. എന്റെ നന്മകൾ നിങ്ങളിലേക്ക് ഒഴുകുന്നു. നിങ്ങളുടെ ജീവിതം പ്രകാശത്താൽ നിറയട്ടെ. സ്നേഹത്താൽ നിറയട്ടെ. സന്തോഷത്താൽ നിറയട്ടെ. സമാധാനത്താൽ നിറയട്ടെ. വിജയത്താൽ നിറയട്ടെ. സമൃദ്ധിയാൽ നിറയട്ടെ. നിങ്ങൾക്കായി പ്രത്യേകമായി ഇനിയും പല വീഡിയോകൾ കൊണ്ടുവരാനുണ്ട്. അടുത്ത മാസങ്ങളിലെ ഗ്രഹചാരങ്ങൾ, പ്രത്യേക യോഗങ്ങൾ, ശക്തമായ സമയങ്ങൾ, അപൂർവ സംഭവങ്ങൾ എല്ലാം വിശദമായി പറയാനുണ്ട്. അതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. എല്ലാ അറിയിപ്പുകളും ലഭിക്കാൻ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കമന്റിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക. സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യുക. കുടുംബത്തിന് അയയ്ക്കുക. എല്ലാവരും അറിയട്ടെ മീനരാശിക്കാരുടെ ഭാഗ്യം തുറക്കുന്നു എന്ന്. അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ വളരെ പ്രത്യേകമായ ഒരു രഹസ്യം നിങ്ങളോട് പറയാനുണ്ട്. ഇത് 150 വർഷങ്ങൾക്ക് ശേഷം സംഭവിക്കുന്ന ഒരു അപൂർവ ഗ്രഹ സംയോഗത്തെക്കുറിച്ചാണ്. ഇത് നിങ്ങളുടെ ജീവിതം പൂർണ്ണമായും മാറ്റിമറിക്കും. ഒരുപക്ഷേ നിങ്ങളുടെ ഭാവി മുഴുവൻ നിർണയിക്കും. അത് അറിയാൻ അടുത്ത വീഡിയോയിൽ തീർച്ചയായും കാണും. നിങ്ങൾക്കെല്ലാവർക്കും ഒരുപാട് സ്നേഹം, അനുഗ്രഹങ്ങൾ, നന്മകൾ, ഐശ്വര്യങ്ങൾ. ഭഗവാൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ സ്വപ്നങ്ങളെല്ലാം സാക്ഷാത്കരിക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം കേൾക്കപ്പെടട്ടെ. നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം സഫലമാകട്ടെ. ജീവിതത്തിൽ സന്തോഷവും സമാധാനവും സമൃദ്ധിയും